CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന കൂറ്റനാട് സ്വദേശിയായ +2 വിദ്യാർത്ഥി മരിച്ചു. മധുപ്പുള്ളി വെളുത്തവളപ്പിൽ മുഹമ്മദ് നാജിലാണ് മരിച്ചത്. 18 വയസ്സാണ്. ചാലിശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥിയാണ്. കടങ്ങോട് പഞ്ചായത്തിലെ മണ്ടംപറമ്പിൽ ആരംഭിക്കാൻ പോകുന്ന കോഴിമാലിന്യ സംഭരണശാലയ്ക്കെതിരെ പ്രതിഷേധവുമായി യുവമോർച്ച രംഗത്തെത്തി. പരിസര മലിനീകരണവും പൊതുജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നവും സൃഷ്ടിക്കാവുന്ന മാലിന്യ സംഭരണശാലയുടെ പ്രവർത്തനം തടയണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ജനതാ യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട് എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. പാർലമെന്റിൽ ആലത്തൂർ മണ്ഡലത്തിലെ കർഷകർക്കു വേണ്ടി ഉയർത്തിയ ശബ്ദം തുടരുക തന്നെ ചെയ്യുമെന്ന് ആലത്തൂർ UDF സാരഥി രമ്യ ഹരിദാസ്. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രചരണം നടത്തുന്നതിന്റെ ഭാഗമായി എത്തിച്ചേർന്നതായിരുന്നു രമ്യ. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് വിജയം സുനിശ്ചിതമാക്കുന്നതിന് കുന്നംകുളം നിയോജക മണ്ഡലം വെള്ളർക്കാട് മനപ്പടി 123-ാം ബൂത്ത് കമ്മിറ്റി ഓഫീസ് തുറന്നു. CPM കടങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി UV ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലോക്സഭ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പുന്നയൂർക്കുളം വടക്കേക്കാട് പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. രാവിലെ 11 മണിയോടെ പുന്നയൂർക്കുളം പഞ്ചായത്തിലെ പുന്നൂക്കാവ് ശാന്തി നഴ്സിംഗ് ഹോമിലെത്തി. ആശുപത്രി ജീവനക്കാരോടും രോഗികളോടും വോട്ടഭ്യർത്ഥന നടത്തി. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ കുന്നംകുളം ആർത്താറ്റ് ചൊവ്വന്നൂർ മേഖലകളിലെ പ്രചരണ പര്യടനത്തിന് തുടക്കമായി. മേഖലകളിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളിൽ സന്ദർശിച്ചുകൊണ്ടാണ് പര്യടനത്തിന് തുടക്കമായത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ കുന്നംകുളം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തൃശൂർ റോഡിൽ KPCC അംഗവും UDF മുൻ ജില്ലാ ചെയർമാനുമായ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി കടങ്ങോട് റോഡിന് സമീപം ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് യുവാക്കൾക്ക് പരിക്കേറ്റു. കരിമത്ര കരിങ്കൽ കുളങ്ങര വീട്ടിൽ ജിഷ്ണു, പുന്നംപറമ്പ് കലിപ്പറമ്പിൽ വീട്ടിൽ കാർത്തിക് എന്നിവർക്കാണ് പരിക്കേറ്റത്. മനുഷ്യരെ വിഭജിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കാട്ടകമ്പാൽ DYFI മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. വേലൂർ പഞ്ചായത്തിലെ 17 പേരടക്കം 28 പേർ ഇടിമിന്നലിൽ വെന്തുമരിച്ച് കടപ്പാറ ദുരന്തത്തിന്റെ സ്മരണകൾ ഉൾക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കടപ്പാറ ദുരന്ത സ്മരണാഞ്ജലി സംഘടിപ്പിച്ചു. CPIM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AKG ദിനം ആചരിച്ചു. CPM എരുമപ്പെട്ടി കുന്നത്തേരി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AKG അനുസ്മരണം സംഘടിപ്പിച്ചു. SKSSF കുന്നംകുളം മേഖല വിഖായ ഇഫ്താർ ടെന്റ് ചൂണ്ടൽ സെന്ററിൽ EP കമറുദ്ദീൻ സാഹിബ് കുന്നംകുളം മേഖലാ ജനറൽ സെക്രട്ടറി സുൽത്താൻ അഹമ്മദിന് നോമ്പ് തുറക്കിറ്റ് കൈമാറി ഉദ്ഘാടനം ചെയ്തു. അന്നൂർ കൃപ ചാരിറ്റി സംഘടനയുടെ 5ാം വാർഷികവും കുടുംബസംഗമവും സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച വൈകിട്ട് OK ജോണിയുടെ വസതിയിൽ നടക്കുന്ന യോഗത്തിൽ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പുമുണ്ടാകും. ലോക ജലദിനത്തിന്റെ ഭാഗമായി അക്കിക്കാവ് PSM ഡെന്റൽ കോളേജിൽ പറവകൾക്കായി സ്നേഹ തണ്ണീർക്കുടം സ്ഥാപിച്ചു. PSM ഡെന്റൽ കോളേജും പ്രകൃതി സംരക്ഷണ സംഘം കേരളവും സംയുക്തമായി ക്യാമ്പസിൽ സംഘടിപ്പിച്ച ജലദിനത്തിന്റെ ഉദ്ഘാടനം PSM ഡെന്റൽ കോളേജ് ഡയറക്ടർ അബ്ദുൾ റഹ്മാൻ നിർവഹിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, YouTube ചാനൽ, Facebook പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.